ഹായ്. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു 2 എക്സസൈസുമായിട്ടാണ് കേട്ടോ. നമ്മുടെ സൈഡ് ഫാറ്റും അതിൻ്റെ കൂടെ തന്നെ കൈക്കും കാലിനും ഒക്കെ ഉപയോഗം ഉണ്ടാവും ഒരെണ്ണത്തിൽ. എപ്പം ചിന്തിക്കുന്നത് എപ്പോഴും സൈഡ് ഫാറ്റിനല്ല, സൈഡ് ഫാറ്റൊക്കെ കുറയ്ക്കുന്ന ഇഷ്ടംപോലെ ഉണ്ട്. ഞാനിതെല്ലാം ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. ഓരോ ദിവസമായിട്ട് അങ്ങ് ചെയ്താൽ മതി, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് ഏത് വർക്കൗട്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് കേട്ടോ. നിൽക്കുന്ന പൊസിഷൻ വരെ കറക്റ്റായിരിക്കണം. കാരണം ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോഡി കറക്റ്റായിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉടക്ക് വീഴും, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതേപോലെ നോക്ക്, കാല് തിരിച്ചു കൊടുക്കണം നമ്മൾ എടുക്കുമ്പോൾ, അതും ഒരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾ ഫുള്ള് ശ്രദ്ധിക്കുക എന്നിട്ടാണ് എടുക്കാനായിട്ട്. ഇപ്പോൾ കൈ മാത്രമല്ല ഉയർത്തുന്നത്, നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ കാലിൻ്റെ പൊസിഷനുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വളയാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാല് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് നോർമലി. കാല് അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ കാലിങ്ങനെ ഉയർത്തിച്ചിട്ടാണ് കൈ നോക്ക്, കൈ നമ്മൾ 2 കൈയും ഇതേപോലെ ഉയർത്തണം. അപ്പോൾ നമ്മുടെ ആ സൈഡ് ഫാറ്റ് ഒന്ന് കുറഞ്ഞു വരുന്നത്. ഏതൊരു വ്യായാമത്തിലും ഫസ്റ്റ് കുറയുന്ന ഭാഗം സൈഡ് ഫാറ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ കാല് കണ്ടോ, നമ്മൾ ആ ബോഡി തിരിച്ചു കൊടുക്കുമ്പോൾ കാല് പിന്നെ തിരിച്ച് വയ്ക്കുക, വീണ്ടും ചെരിച്ച് കൊടുക്കുക ഉണ്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നോക്ക്, കൈ പൊക്കുമ്പോൾ കാല് ചരിക്കുക, നേരെ വയ്ക്കുക, വീണ്ടും കണ്ടോ. എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് താന്ന് കൊടുക്കണം. ഉണ്ടോ, കൈ താക്കുമ്പോൾ നമ്മളെ ബോഡിയും കുറച്ചൊന്ന് താത്ത് കൊടുക്കുക. അതായത് മുട്ട് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക. അതേ ആയത്തിൽ വേണം അപ്പുറത്തോട്ട് എടുക്കുക. കൈ ഇങ്ങനെ ആയത്തിലാണ് നമ്മൾ എടുക്കുക. ഇങ്ങനെ കണ്ടോ, ആ ആയത്തിൽ എടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് എത്ര ടൈമിൽ ഇങ്ങനെ ആയത്തിൽ എടുക്കുന്നോ അത്രയും ടൈം നമ്മുടെ ആ സൈഡ് ഫാറ്റ് വർക്കാവുകയും അവിടെ നമുക്ക് ആ കൊഴുപ്പ് കുറഞ്ഞ് നല്ല ഷേപ്പാവുകയും ചെയ്യും. കാരണം എല്ലാവർക്കും ആവശ്യം എന്ന് പറഞ്ഞാൽ ബോഡി നല്ല ഷേപ്പായിട്ടിരിക്കുന്നത് തന്നെയാണ് ആവശ്യം എല്ലാവർക്കും. എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹം അത് തന്നെയായിരിക്കും. പിന്നെ ഈ വർക്കൗട്ടൊക്കെ ചെയ്യാനായിട്ട് മടിയുള്ള കൂട്ടത്തിലുള്ളവർക്ക് നമ്മളിനി എത്ര എന്തെന്ന് പറഞ്ഞാലും അവർക്ക് ചെയ്യാൻ മടിയായിരിക്കും. എങ്കിലും ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യാൻ ഒത്തിരി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത്, നമ്മളെ ബോഡിയൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കൊന്ന് ബ്രീത്ത് എടുക്കുന്നുണ്ട്, കുറച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ശ്വാസം എടുക്കുക നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അധികം ക്ഷീണം തോന്നില്ല. നമ്മൾ ഒറ്റ ട്രിപ്പിന് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും, നമ്മൾ പോയി അങ്ങ് ഇരിക്കും അവിടെ. അതിനെക്കാട്ടും നല്ലത് നമ്മൾ ഇടയ്ക്ക് എടുക്കുക, ഒന്ന് ബ്രീത്ത് എടുക്കുക, എന്നിട്ട് വീണ്ടും തുടങ്ങുക. അതാകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അങ്ങ് പോകാൻ പറ്റും. അപ്പോൾ ഇത് കണക്ക് വീണ്ടും നമ്മൾ എടുക്കുക കേട്ടോ. ഇതൊക്കെ എടുക്കുന്നതിൻ്റെ കാലിന് ഉപയോഗമാണ്. ആ കൈ ഇങ്ങനെ ആയത്തിലെടുക്കുന്നുണ്ട്, കൈക്ക് ഏറ്റവും ഉപയോഗമാണ്. നമ്മൾക്ക് ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്കും കൈ പൊക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ അതൊക്കെ ഒരാഴ്ച കൊണ്ട് ഈ കൈയുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും കേട്ടോ. പിന്നെ ഈ മുട്ട് വേദനയുള്ളവർക്കാണ് നമ്മൾ മുട്ട് മടക്കുക നിവർത്തുക എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അത് മുട്ട് മടക്കുന്ന പറഞ്ഞപ്പോൾ മുട്ടുവേദനയൊക്കെ മാറിക്കൊള്ളും, മുട്ടുവേദനയൊക്കെ വരാതിരിക്കും. പിന്നെ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ബെല്ലി ഫാറ്റിനാണ് കേട്ടോ. അപ്പോൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും ഈസിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നോക്ക്, ഈ ഇടുപ്പ് ഇങ്ങനെ ആട്ടുന്നത്. അപ്പോൾ ഇടുപ്പൊക്കെ ആട്ടിയ ബെല്ലി ഫാറ്റ് കുറയും, ഇടുപ്പാട്ടിയ ബെല്ലി ഫാറ്റ് കുറയും. അപ്പോൾ അത് ചിലർക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവില്ല. ഇടുപ്പൊക്കെ എങ്ങനെയാണ് ആട്ടുന്നതെന്ന് ചിന്തിക്കും. അതൊക്കെ നമ്മൾ ആദ്യത്തെ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ പോട്ടെ ഒരു 2 ക്ലാസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ നന്നായിട്ട് ഇടുപ്പാട്ടിക്കോളും. കാരണം നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടറിയാം, ഒരുപാട് പ്രായമുള്ളവരൊക്കെ വന്നിട്ട് ഇടുപ്പാട്ടാൻ ആദ്യമൊന്നും ആട്ടാൻ പറ്റില്ല, പക്ഷെ പിന്നെ ആകുമ്പോൾ നന്നായിട്ട് ആട്ടിക്കോളും. അപ്പോൾ അത് നമ്മളൊന്ന് പഠിക്കുക, നല്ല കാര്യമാണ്. കാരണം ഇടുപ്പ് മൂവ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ആയിക്കോളും. ആദ്യം നമുക്ക് ഒരു സ്റ്റക്കായിട്ടിരിക്കുന്ന കണക്കാണ്, നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നും. പറ്റായിക ഒന്നുമില്ല, മെല്ലെ എല്ലാം തുടങ്ങുക. മെല്ലെ തുടങ്ങുന്നതനുസരിച്ച് പിന്നെ നമുക്ക് നമ്മളെ ശരീരത്തിലോട്ട് അത് വന്നോളും. എല്ലാം നമ്മൾ മെല്ലെ തുടങ്ങുക, ഓക്കെ ആയിക്കോളും. ഇത് നമ്മൾ നോക്ക്, ആദ്യം നമ്മൾ ഇടുപ്പിൽ പിടിച്ചൊന്ന് തുടങ്ങുക കൈ, പിന്നെ നമ്മൾ ആ കൈ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ടാട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഉപയോഗം കൂടുകയും ചെയ്യും കേട്ടോ. 1-2 ഉപയോഗങ്ങൾ അഡീഷണലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ കൈ നമ്മൾ ആട്ടുന്നതനുസരിച്ച് കൈയും കൂടെ മൂവ്മെൻറ്റ് കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ അതും നമ്മുടെ കൈക്ക് ഉപയോഗമാണ്. നമ്മുടെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഷോൾഡർ, നമ്മുടെ കൈയുടെ കൊഴുപ്പ്, അതൊക്കെ ഉപയോഗമാണ്. നമ്മൾ കുറേ നേരം കൈ ഇങ്ങനെ ആട്ടുമ്പോൾ ഒന്ന് ചിലപ്പോൾ കഴയ്ക്കും. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ കൈ താഴോട്ട് ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ടിങ്ങനെ കൈ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം കുറച്ച് കൈ ഇങ്ങനെ പുറകിലോട്ടൊന്ന് വെച്ചിട്ട് ഇടുപ്പാട്ട് സ്റ്റോപ്പ് ചെയ്യേ വേണ്ട കേട്ടോ. കൈ എടുക്കുന്നൊക്കെ അതങ്ങ് അവിടെ നടന്നോളും. പിന്നെ വീണ്ടും നമ്മൾ ഒന്നേന്നിങ്ങനെ മുകളിലേക്ക് എടുക്കുക, വീണ്ടും ചെയ്യുക. പിന്നെ വീണ്ടും കൈ ഇങ്ങനെ കൊണ്ടുവരിക,
പിന്നെ വീണ്ടും നമ്മൾ ആ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇടുപ്പാട്ടുന്ന ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു കൈ കൊണ്ട് നമ്മളെ ബോഡി ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പാർട്സുകൾ നമ്മളെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് അത് എഫക്റ്റ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലാക്കുന്ന തന്നെ വെച്ച് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയാം നമ്മളെ ബോഡി എത്രത്തോളം ഫിറ്റാവും എന്നുള്ളത്. അപ്പം നമ്മളിതിങ്ങനെ ആട്ടുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് കൈയൊന്ന് വെച്ച് നോക്കിയാൽ മതി. ബാക്ക് ഭാഗത്തൊക്കെ ഈ ഇടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എവിടെയൊക്കെയാണ് നന്നായിട്ട് അനങ്ങുന്നതെന്നുള്ളത്. ആ അനങ്ങുന്ന നമ്മൾ വ്യായാമത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. നമ്മൾ ബോഡി ഭാഗങ്ങൾ അനക്കി ഇളക്കി പിന്നെ തിരിച്ചുറപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും വ്യായാമത്തിലൂടെ നടക്കുന്നത്. നമ്മളെ ബോഡി ഫിറ്റാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മളെ ബോഡി ഇങ്ങനെ അനക്കും തോറും നമ്മളെ ബോഡിക്ക് ഒരു ഇളക്കുണ്ടാവുകയും പിന്നെ അത് തിരിച്ച് ഫിറ്റായി വരിക. അങ്ങനെയാണ് ബോഡി മെല്ലെ 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 ഫിറ്റായി തോന്നുന്നത്. കൊഴുപ്പ് അവിടുത്തെ കൊഴുപ്പ് മാറുമ്പോൾ നമ്മളെ ബോഡി ഫിറ്റാണ്. നമ്മളെ ഈ കൊഴുപ്പാണ് നമുക്ക് വണ്ണം വയ്ക്കുന്നത്. ഈ കൊഴുപ്പിറങ്ങുന്ന ഭാഗങ്ങളാണ് ഇങ്ങനെ വീങ്ങി വീങ്ങി പെരുവി വന്നിട്ട്, അതായത് വയറ് ചാടുന്ന പോലെ തന്നെയാണ് നമ്മളെല്ലാ പാർട്സിലും കൊഴുപ്പുകൾ ഇറങ്ങിയാണ് ഈ മാംസം തള്ളി വരുന്നത്. നമ്മുടെ കൊഴുപ്പാണ് ശരീരത്തിലെ. അത് മാറുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളിത് ചെയ്യാനും കൂടെയാണ്. അപ്പോൾ അത് ചെയ്യാൻ തന്നെ വേണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.